നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ. ഇന്നിവിടെ വന്ന് നമുക്ക് ദൈവത്തിനോട് പറയാൻ നൂറുകൂട്ടം കാര്യങ്ങളുണ്ടാവും അല്ലേ? കുട്ടികൾക്ക് പറയാനുണ്ടാവും, പരീക്ഷയ്ക്ക് റിസൾട്ട് വരാറായി, 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരാറായി, എനിക്ക് നല്ല മാർക്ക് കിട്ടണം, A+ കിട്ടണം, അത് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ജോലി ഇല്ലാത്തവർ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ വീട് വയ്ക്കാത്തവർ വീട് വെക്കണം, വണ്ടി വേണ്ടവർ വണ്ടി വേണം. അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോരോ കാരണങ്ങൾ. ഇഷ്ടമുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കണം. അങ്ങനെ മൊത്തം പ്രാർത്ഥനകളുടെ പെരുമഴയാണ്. അപ്പോ അതിനിടയിൽ നമുക്ക് ഒന്ന് മാത്രം പ്രാർത്ഥിക്കാം. ഒന്നുകൂടി നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം യുദ്ധം എന്ന് പറയുന്നത് എന്നും നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി പോകുന്ന, നമുക്ക് വേണ്ടി ജീവൻ വെച്ച് ജീവൻ പണയപ്പെടുത്തി മുന്നിലേക്ക് ഇറങ്ങുന്ന ആ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്, ഏതൊരു വാർത്താ ചാനലും തുറന്നു വെച്ച് നമ്മൾ ആദ്യം കാണുന്നത് എന്തായിരിക്കും? പാകിസ്ഥാനെതിരെ ഇന്ത്യ എന്ത് ചെയ്തു അല്ലെ? അതല്ലേ എല്ലാവരും നോക്കുന്നത്. ആണോ? ഉറക്കം നോക്കിയിരിക്കുന്നത് എല്ലാവരും അല്ലേ? അപ്പോ പ്രത്യേകിച്ച് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്ന് യാതൊരു ബോധ്യവും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഇന്ത്യക്കാർ ഒന്നൊരുമിച്ച് എന്ത് വിളിക്കണം? വന്ദേ മാതരം, വന്ദേ മാതരം. അപ്പൊ അത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഇൻസ്പിറേഷനാണ്. ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്ന് നമുക്ക് പോരാടണം. വിജയം സുനിശ്ചിതം. ഇന്ത്യ തന്നെയായിരിക്കും ജയിക്കുന്നുണ്ടാവുക. എല്ലാ അർത്ഥത്തിലും പീസും നമ്മുടെ സമാധാനവും ഒക്കെ നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ. ഇനി ഒരു പഹൽഗാം ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുന്നോടിയായിട്ട് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കാതിരിക്കട്ടെ. പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറട്ടെ. നമ്മുടെ ജീവിതം, നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതവും